അതെ, ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഈ വൈറ്റ്സ് ഇട്ട് റെഡ് ബോൾ കളിക്കുന്ന കഥയും എൻ്റെ പുതിയ ഷൂവിൻ്റെ കഥയൊക്കെ എക്സൈറ്റഡ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ നാളത്തെ കാര്യം, നാളെ നമ്മുടെ വുമൺസ് ടീം വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ പോവാ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? അപ്പം മല്ലു ക്രിക്കറ്റിന് തോന്നിയ ഒരു ചെറിയ ഓർമ്മ ഷെയർ ചെയ്യുകയാണ്. എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നത് 2003 വേൾഡ് കപ്പ് ഫൈനൽ. 90s 80s കിഡ്സ് ഒന്നും മറക്കൂല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വേൾഡ് കപ്പ് ഫൈനലിൽ ശക്തരായ ഓസ്ട്രേലിയൻ ടീമിനെ എതിരിടാൻ പോവുകയാണ്. അന്നത്തെ ഒരു ചെറിയ ഓർമ്മ എന്ന് പറഞ്ഞാൽ, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് പത്രം വായിക്കാൻ പോകുന്നത്. നമ്മുടെ ഇവിടെ പത്രം വരുത്തുന്നില്ല. എന്നാൽ ചുറ്റുമുള്ള എല്ലാ വീടുകളുടെയും പത്രം ആ വീട്ടിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പത്രക്കാരൻ കൊണ്ടിടുന്നതും അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെയും ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഓടി ചെന്നിട്ട് മാക്സിമം പത്രങ്ങളുടെ സ്പോർട്സ് പേജുകൾ വായിക്കാൻ നോക്കും. അന്ന് ഞാൻ ചെന്നിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ 100 കോടിയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരവ് ഗാംഗുലിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു വാർത്തയുണ്ടായിരുന്നു. അതുപോലെയാണ് നാളെ, ഇന്നിപ്പോൾ 2025 140 കോടിയുടെ സ്വപ്നമാണ്. ഇത് മല്ലു ക്രിക്കറ്റിന് എത്രത്തോളം പ്രിയപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ IPL ആണെങ്കിലും സഞ്ജു സാംസൺ ആണെങ്കിലും ഇന്ത്യ വേൾഡ് കപ്പ് അടിച്ചൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിൻ പുറത്ത് എത്രത്തോളം ക്രിക്കറ്റിന് ഒരു ഇമ്പാക്റ്റ് നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? എനിക്കും അറിയാം. വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ എന്തോരം ചെറിയ പെൺകുട്ടികളാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത്, പേരൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിയത് വലിയ കാര്യമാണ്. ഇവർക്ക് കുറച്ചുകൂടെ മോട്ടിവേഷൻ ആവും. കപ്പടിച്ച് കഴിഞ്ഞാൽ അത് മേലെ പോകും. ഇപ്പോൾ ജമീമയെ പോലുള്ള കുറേ കിടിലൻ, ഇപ്പോൾ വയനാട്ടിൽ നിന്ന് തന്നെ 2 അടിപൊളി പ്ലേയേഴ്സ് നമുക്കുണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. അടുത്ത വർഷം നമുക്ക് KCLന് വുമൺസ് കപ്പൊക്കെ വരുവാണ്. അപ്പോൾ അതിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഇത് ഒരു ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. മല്ലു ക്രിക്കറ്റിന് അത് അത്രയും സ്പെഷ്യൽ ആവുന്ന ഇത് കാരണം കൂടിയാണ്. അന്ന് 2003 ആ വേൾഡ് കപ്പ് സൗരവ് ഗാംഗുലി പൊക്കാൻ കൊതിച്ച അതേ മനസ്സ് ഇപ്പോൾ നാളെ ഇവരെല്ലാം കൂടെ ചേർന്ന് പൊക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇതുകൂടെ പറയണമെന്ന് തോന്നി.